ഗൈസ്, സൈക്കോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ മാർക്ക് ഇറങ്ങിയായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ മാർക്കേ കണ്ടിട്ട് വരുന്ന വഴിയാണ്. എൻ്റെ അഭിപ്രായത്തിൽ മാർക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മൂവിയാണ്, അടിപൊളി മൂവിയാണ് ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമോട്ടോഗ്രാഫി ആയിരുന്നാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും മൊത്തത്തിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് സിനിമ. സ്റ്റണ്ടും കാര്യമെല്ലാം അടിപൊളിയാണ്. വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് സിനിമ ഫസ്റ്റ് ഹാഫ് ആയിരുന്നാലും സെക്കൻഡ് ആയിരുന്നാലും കണ്ടുകൊണ്ടിരിക്കാം. കുറച്ച് വയലൻസും കാര്യമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോഴും വയലൻസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോയി കാണാം. വയലൻസ് ഇഷ്ടപ്പെടാതെ ഇത് സിനിമയൊക്കെ സീനൊക്കെ കാണുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ചെറിയ പ്രശ്നമൊക്കെ വരും സിനിമ കാണാൻ. എന്നാലും കണ്ടിരിക്കേണ്ട സീനുകൾ തന്നെയാണ്. വായന വലിച്ചു കീറണം, തലയടിച്ച് പൊട്ടിക്കുന്നത്, ഹൃദയം ഊരിയെടുക്കുന്ന സീന് വരെ ഉണ്ട് ഗൈസ്. അപ്പം അങ്ങനത്തെ സീന് എൻ്റെ ഒരു ഇതിൽ എല്ലാവരും കാണുമെന്നാണ് തോന്നുന്നത്. എന്നാലും നിങ്ങൾ ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഗൈസ്. എനിക്ക് തിയേറ്ററിൽ പോയി കണ്ടാലും എന്നാലും തിയേറ്ററിൽ കണ്ട നല്ലൊരു ബെനിഫിറ്റ് ഉള്ള മൂവിയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ അടിപൊളി തന്നെയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും മാക്സിമം ഈ സിനിമ പോയി കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ മലയാള സിനിമയിൽ നമ്മൾ കുറേ സിനിമ എടുത്ത് നോക്കുമ്പോൾ അതിൽ ബെറ്റർ ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ്. നമ്മൾ ഇന്ത്യ മൂവിയിൽ വേണമെങ്കിൽ പറയാം, ഇന്ത്യ മൂവിയിൽ ബെറ്റർ ആയിട്ടുള്ളൊരു മൂവിയാണ്. മലയാളത്തിൽ ഇങ്ങനത്തെ ഇത്രയും വയലൻസ് ആയിട്ടുള്ള വേറെ മൂവിയും കാര്യമൊന്നുമില്ല. ഫ്രെയിംസും കാര്യമൊക്കെ ഏകദേശം KGF പോലെയാണ്. ബാക്ക്ഗ്രൗണ്ട് KGF ചെയ്ത ആളാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാണ്. സിനിമോട്ടോഗ്രാഫി സൈഡിലായിരുന്നാലും സ്റ്റണ്ടിങ് ഒക്കെ റിയലിസ്റ്റിക് സ്റ്റണ്ടാണ്, അടിപൊളി സ്റ്റണ്ടാണ്. കുറച്ച് മാസ്സായിട്ടുള്ള സ്റ്റണ്ടാണ്, മാസ്സായിട്ടുള്ള മേക്കിംഗ് ആണ്. ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് പാട്ട് സെക്കൻഡുള്ള രീതിക്ക് കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയില്ല ഗൈസ്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ്സാണ്. അപ്പം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. അപ്പോൾ കഥയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഏകദേശം ഐഡിയ പിടിയിട്ട് ആരെങ്കിലും പോയി കണ്ടില്ലെങ്കിലോ അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണണം ഗൈസ്. നല്ലൊരു മൂവിയാണ്. ഞാനൊരു ഫ്രണ്ടുമായിട്ടാണ് പോയി കണ്ടത്. അവനും ഇഷ്ടപ്പെട്ടു. തിയേറ്ററിലിരുന്ന ഏകദേശം എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ച് വയലൻസും കാര്യവും സീനൊക്കെ കണ്ട് കുറേ പേരൊക്കെ എൻ്റെ ഫ്രണ്ടിൽ കുറേ ഗേൾസൊക്കെയാണ് ഇരുന്നത്. അപ്പോൾ വയലൻസൊക്കെ കണ്ട് അവർ കുറച്ച് പേര് ടെൻഷനായിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് കണ്ടു പോവേണ്ട സീന് തന്നെയാണ്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഈ സിനിമയ്ക്ക് എനിക്ക് പറയാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്. നല്ലൊരു മൂവിയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു മൂവിയാണ്. എല്ലാവരും പോയി കാണുക. വയലൻസ് ബാക്കിയുള്ള മലയാള സിനിമയെ വെച്ച് നോക്കുമ്പോൾ വേറെ രീതിക്കാണ് വയലൻസ് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മൾ ഈ ബാക്കി ഇങ്ങനത്തെ സീനുകളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മൂവിയിലും വേറെ ബോളിവുഡ് മൂവിയിലും ഹോളിവുഡ് മൂവിയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. KGF ആയിട്ട് സിമിലർ ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫ്രെയിംസും കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ KGF പോലെയൊക്കെ കുറേ സീനിലൊക്കെ നമുക്ക് തോന്നും. സ്റ്റോറി ബേസ് അല്ല, സീൻ ബേസ് ആണ് ഞാൻ പറയുന്നത്. ഫ്രെയിമിൽ കാണുന്ന ലുക്കാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ജോൺ വിക്കിനെ കണക്ക് ജെയ്സൺ സ്റ്റാത്തിൻ്റെ കുറേ മൂവിയിലെ ഫൈറ്റ് കണക്ക് കോട്ടൊക്കെ ഇട്ട് അങ്ങനെ കുറേ ഫൈറ്റും കാര്യമൊക്കെ ഉണ്ണിമൂന്തലിനുണ്ട്. ഉണ്ണിമൂന്തൽ ഇതിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫൈറ്റിലായിരുന്നാലും എല്ലാത്തിലും ആക്ടിങ് ലെവലായിരുന്നാലും ഫൈറ്റിങ്ങിലായിരുന്നാലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഈ സിനിമ ഹിറ്റായിരിക്കും ഗൈസ്, അതിന് വേറെ സംശയമൊന്നുമില്ല. ഇനി ബാഡ് റിവ്യൂ ആരെങ്കിലും പറയാവുന്ന കാര്യമൊന്നും അറിഞ്ഞുകൂടെ. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഈ സിനിമ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമയം കിട്ടുമ്പോൾ സിനിമ പോയി കാണുക. നല്ലൊരു മൂവിയാണ്. അപ്പോൾ ഇന്ന് വിടുതല ഇറങ്ങിയിട്ടുണ്ട്. വൈകിട്ട് വിടുതല കാണാൻ വേണ്ടി പോകാനായിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ വിടുതല പോയിട്ട് വന്നിട്ട് അടുത്ത് വിടുതല 2 ഞാൻ എപ്പിസോഡ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സമയം കിട്ടുമ്പോൾ സിനിമ പോയി കാണുക ഗൈസ്. നല്ലൊരു മൂവിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.